ഇത്തവണത്തെ വിഷു തൂക്കിയത് കുറച്ച് മന്തി കച്ചവടക്കാരാണ്. വിഷു കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞോട് കൂടിയിട്ട് അവരെയും തൂക്കി, അവരെ പോലീസ് തൂക്കി. സംഭവം എന്താണ്ടായതെന്ന് വെച്ചാല് മന്തി കഴിക്കുന്ന ഒരു ശ്രീകൃഷ്ണന്റെ പോസ്റ്റർ ഉണ്ടാക്കി, എന്നിട്ട് ഹാപ്പി വിഷു എന്നും പറഞ്ഞിട്ടാണ് അടിച്ചു വിട്ടു. ഇതൊരു ഡിസ്റെസ്പെക്റ്റ് ആണെന്ന് പിന്നെ അവർക്ക് മനസ്സിലായി. അവർ മാപ്പ് പറഞ്ഞു. അത് ഈ പോസ്റ്റർ പിൻവലിച്ചിട്ട് വേറെ പോസ്റ്ററൊക്കെ ഇറക്കി. മെഹർ മന്തി ഇവരാണല്ലോ ആദ്യമായിട്ട് ഇതിനെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ അവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞത് ഫ്രീലാൻസുകാർ ചെയ്തതാണ്, ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു മാപ്പൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് കാണുന്നവർക്ക് മനസ്സിലാവില്ല ഇതൊരു തരം ഇൻവേഷൻ ആണെന്ന്, ഒരു കടന്നുകയറ്റാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഈ ഒരു മെഹർ മന്തിക്കാർ മാത്രമല്ല, ഒരുപാട് കടക്കാർ സമാനമായ രീതിയിൽ കൃഷ്ണന് ചിക്കൻ ബിരിയാണി വിളമ്പുന്നതും കൃഷ്ണൻ മന്തി കഴിക്കുന്നതുമായിട്ടുള്ള പോസ്റ്ററുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു തരം പ്ലാൻഡ് ആയിട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു പലപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇത്തരം പോസ്റ്ററുകൾ ഒരുപാട് വന്നപ്പോൾ. സംഭവം എന്ന് വെച്ചാല് ബാക്കിയുള്ളവരുടെ കൾച്ചറിനൊന്നും ഒരു വില കൊടുക്കാത്ത മാതിരി നമ്മുടെ കൾച്ചർ മുന്നിൽ നിൽക്കുകയും വേണം, എന്നാൽ അപ്പുറത്തും ഇപ്പുറത്തും ജീവിക്കുന്ന മറ്റു മതസ്ഥരുടെ കൾച്ചറിനൊന്നും ഒരു വില കൊടുക്കാത്ത പോലെ ഒരു പരിപാടിയാണ് ഇവർ ചെയ്തതെന്ന് സംശയിക്കേണ്ടി വരും ഈ ഒരു ഇത് കണ്ടാൽ. പക്ഷേ ഇതൊക്കെ പോലീസ് കേസാക്കാൻ മാത്രം ഉള്ള കാര്യമാണോ എന്ന് വെച്ചാൽ എനിക്കത് തോന്നിയിട്ടില്ല. കാരണം ഈ മെഹർ മന്തിക്കാരുടെ കാര്യമാണെങ്കിൽ അവർ അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവ്വമോ അല്ലാതെയോ ഒക്കെ ചെയ്തതാണോ എന്ന് അറിയില്ല. എന്നാലും അവർ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് അത് അവിടെ വിടേണ്ടതാണ്. കാരണം അവർക്ക് കാര്യം മനസ്സിലായി, ഇതൊരു റെസ്പെക്റ്റ് ഇല്ലായ്മയാണ് എന്ന് മനസ്സിലായി. അപ്പൊ അതവിടെ നിർത്തേണ്ടതാണ്. പിന്നെ ഇതിങ്ങനെ പറഞ്ഞ് പോകേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ആൾക്കാർ ഇത് സുവർണാവസരം കാത്തിക്കുന്നവർക്ക് ചിലവർക്കൊരു അവസരമായിട്ടാണ് എനിക്ക് പിന്നെ ഇത് മാറുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെന്താ പറയാന്ന് വെച്ചാൽ ഇത്തരം ഇൻവേഷനുകൾ, ഇത്തരം കടന്നുകയറ്റങ്ങളും അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റങ്ങളും ശരിക്കും പാടില്ല. ഇത്തരം ആൾക്കാർ ഈ മെഹർ മന്തി എന്നുള്ള കടക്കാരൊക്കെ ചെയ്തത് അതുപോലെ ആൾക്കാർ ചെയ്തത് അതാണ് എനിക്ക് തോന്നിയത്. കാരണം പതുക്കെ ഒരു കൾച്ചർ, അതായത് നിങ്ങളുടെ കൾച്ചറൊക്കെ ഒരു ഇതിലാണ്, ഞങ്ങളുടെ കൾച്ചർ ഞങ്ങൾ ഒന്നും പറയാൻ പാടില്ല, പക്ഷെ നിങ്ങളുടെ സംസ്കാരത്തിന് ഞങ്ങൾ കടന്നുകയറ്റം ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയും പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഒരേപോലെ വിഷ് ചെയ്തപ്പോൾ ആൾക്കാർക്ക് തോന്നും. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് റെസ്പെക്റ്റ് ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ചിക്കൻ കഴിക്കാത്തവരോ മന്തി കഴിക്കാത്തവരോ ഒന്നുമല്ല. പിന്നെ ഒരു സംസ്കാരം, അതായത് ഒരു ഐഡന്റിറ്റി. ഈ മതമാണ് പ്രശ്നം എന്ന് KM ഷാജി പറഞ്ഞപ്പോൾ അത് ചില മുസ്ലിങ്ങൾക്ക് ഭയങ്കര തരിപ്പായിരിക്കും. അതായത് രക്തം എന്ന് വെച്ചാൽ ഒരു രോമാഞ്ചം വന്ന കാര്യമായിരിക്കും. ഇതേ കാര്യം ഹിന്ദുക്കളും പറയാൻ തുടങ്ങിയാൽ അത് അപകടമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ ഒരു പോലീസ് കേസിലേക്ക് അത് എത്തിക്കുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പോകുന്നത് വളരെ വളരെ മോശമാണ്. ഇതൊരു മതേതര രാജ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരം അനാവശ്യമായ വിഷയങ്ങൾ വലിയ വിഷയങ്ങളിലേക്ക് എത്തരുത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ പറയാ, നമ്മുടെ നാട് ഇതെങ്ങോട്ടാ പോണത് എന്ന് ചോദിക്കേണ്ടി വരും. പിന്നെ മന്തി കഴിക്കുക, ഞാനൊരു കൃഷ്ണന്റെ ഫോളോവർ ഒന്നുമല്ല, പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ മന്തിയും കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഇപ്പൊ ഇതിൽ പറയാ, കൃഷ്ണൻ മന്തി കഴിക്കണോ കഴിക്കണ്ടേ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമില്ല. അത്തരത്തിലുള്ള പോസ്റ്റർ അടിച്ചിറക്കിയത് വളരെ വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ഇൻവേഷനുകൾ ട്രൈ ചെയ്യാതിരിക്കുക. പിന്നെ ഇത് പോലീസ് കേസ് ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ദാറ്റ്സ് ഇറ്റ്.